കൂടുന്നതിനനുസരിച്ച് ഒരു EMF ജനറേറ്റ് ചെയ്യുക. അതിലൊരു ഹോട്ട് ജംഗ്ഷനും ഒരു കോൾഡ് ജംഗ്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. ഹോട്ട് ജംഗ്ഷൻ ഏത് പോയിന്റിന്റെ ടെമ്പറേച്ചർ ആണോ, അല്ലെ ഏത് ഓബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ ആണോ അതിന്റെ വിസിനിറ്റിയിലേക്ക് വെക്കുന്നു. കോൾഡ് ജംഗ്ഷൻ നമ്മൾ ആംബിയന്റ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രമാത്രമാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. അല്ലേ? തെർമോകപ്പിളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വോൾട്ടേജ് സിഗ്നലിനെ നമുക്ക് ഒരു ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്ത് അവിടെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നമുക്ക് കാണിക്കാൻ പറ്റും. സോ EMF ജനറേറ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതായാലും നമ്മൾ പഠിച്ച ഒരു ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസ്. എന്നാൽ നമുക്ക് മറ്റ് രണ്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസസ് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടും. അതാണ് തെർമിസ്റ്ററും അതുപോലെ തന്നെ പൈറോമീറ്ററും. തെർമിസ്റ്ററും പൈറോമീറ്റർ. ഓക്കെ, സോ വാട്ട് ആർ തെർമിസ്റ്റേഴ്സ്? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്കാണ് തെർമിസ്റ്റർ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ പൈറോമീറ്റേഴ്സ്, എന്താണ് പൈറോമീറ്റേഴ്സ്? ഓക്കെ, സോ നമുക്ക് ആദ്യം തെർമിസ്റ്റർ എന്താണെന്ന് പറയാം. സോ ദേ ആർ സെമി കണ്ടക്ടർ ഡിവൈസസ്. ഓക്കെ, സെമി കണ്ടക്ടർ ഡിവൈസസ്, ദേ ആർ യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ്. ഓക്കെ, ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ പലതും പഠിച്ചിട്ടുള്ളതാണ്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. ഓക്കെ, അത് പാർഷ്യലി ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ അനുവദിക്കുന്ന മെറ്റീരിയൽസ് ആണ് നമുക്ക് അറിയാം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർമെന്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, so with increase in temperature there is a corresponding decrease in the resistance of the semiconductor. സെമികണ്ടക്ടറിലെ റെസിസ്റ്റൻസ് കുറയുന്നതായിട്ട് കാണാം. എപ്പോഴാണ്? when there is an increase in temperature. So ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സെമി കണ്ടക്ടർ അല്ലെ നമ്മുടെ തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുള്ള ബേസിക് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇവിടെ പറയുന്നുണ്ട് പലതരത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിക്കുക. അതിൽ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്സൈഡ്സ് ഓഫ് മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, അയൺ, സിങ്ക്, ടൈറ്റാനിയം, ടിൻ മുതലായ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽ എന്താ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, ദർ വാലൻസ് ഇലക്ട്രോൺസ് ആർ യൂഷ്വലി ഫേംലി അറ്റാച്ച്ഡ് ടു ദ ആറ്റംസ്. അപ്പോൾ നമുക്കറിയാം ഈ കാണിച്ചിരിക്കുന്നതെല്ലാം കോമൺലി മെറ്റൽസ് ആണ്. ടൈറ്റാനിയം, ടിൻ, അയൺ, സിങ്ക്, നിക്കൽ, കോപ്പർ, നിക്കൽ, കൊബാൾട്ട്, മാംഗനീസ് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെല്ലാം എന്താണ്? ദേ ആർ മെറ്റൽസ്. അത് മെറ്റൽ ഓക്സൈഡ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അവിടെ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് ആറ്റംസുമായിട്ട് ചേർന്നായിരിക്കും അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, സോ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സം ഓഫ് ദ ഇലക്ട്രോൺസ് ആർ ഡിറ്റാച്ച്ഡ് ആൻഡ് ഫ്ലോ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എപ്പോഴാണോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ വാലൻസ് ഇലക്ട്രോൺസ് അതിന്റെ ഓർബിറ്റൽ ഷെൽഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും, പുറത്തേക്ക് വരുന്നു. അത് ഫ്രീ ആയിട്ട് റോം ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോഴൊരു മെറ്റലിൽ ഒരു മെറ്റൽ സ്ട്രക്ചർ അല്ലെ ലാറ്റിസിൽ ഫ്രീ ഇലക്ട്രോൺസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി കൂടുക എന്നുള്ളതാണ് അർത്ഥം. അല്ലേ? മെറ്റലിന്റെ കണ്ടക്ഷൻ പവർ അല്ലെ, കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി കുറയുന്നു. ഓക്കെ, സോ whenever there is a free flow of electrons the resistance decrease. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റൽസിന്റെ പ്രത്യേകത അവിടെ വാലൻസ് ഇലക്ട്രോൺസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ ഓർബിറ്റൽ ഷെൽസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് ഈ ലാറ്റിസിൽ മുഴുവൻ സഞ്ചരിക്കും. സോ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മീൻസ് ദേ ക്യാൻ ഈസിലി ദേ ആർ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദാറ്റ് മീൻസ് ദേ ആർ ഈസിലി കണ്ടക്ടിങ് മെറ്റീരിയൽസ്. ഓക്കെ, സോ ഇത് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് -250°C ടു 650°C. ഓക്കെ, 650°C എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റിന്റെ അടുത്ത് വരെ. ഇനി -273°C ആണ് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, -273. എന്നാൽ അതിൽ തന്നെ -250 വരെ നമുക്ക് തെർമിസ്റ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് റേഞ്ച് is so wide that it can measure temperature from very അല്ലെങ്കിൽ എന്താ പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി നടക്കുന്ന ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം -195 ഒക്കെ. എന്നാൽ അതിനും താഴെ -250 വരെ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രോസ് ചെയ്ത് ഒരു 0°C ക്രോസ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടി അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് 650°C വരെ നമുക്ക്
ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അപ്പം മൈനസ് സൈഡിലേക്കും പ്ലസ് സൈഡിലേക്കും ഒരുപോലെ തെർമിസ്റ്റർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇവയ്ക്ക് എന്തെല്ലാം പ്രത്യേകത ഉണ്ടായിരിക്കണം? ഓക്കെ, ദേ ഷുഡ് ഹാവ് വെരി ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, വെരി ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൻഡ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഹൈ റെസിസ്റ്റിവിറ്റിയും ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും അതിന് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? It should be about 8 to 10 times higher than platinum copper. പ്ലാറ്റിനം അല്ലെങ്കിൽ കോപ്പർ പോലുള്ള മെറ്റൽസിനേക്കാൾ 8 to 10 ടൈംസ് കൂടുതൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള ഓക്സൈഡ്സ് ആണ് നമ്മളിവിടെ കോമൺലി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്സൈഡ്സ് ഓഫ് മാംഗനീസ്, നിക്കൽ, കോബാൾട്ട് എക്സെട്ര. സിമിലർലി ഹൈ റെസിസ്റ്റിവിറ്റി, പ്യുവർ മെറ്റലിനേക്കാൾ കൂടുതൽ റെസിസ്റ്റിവിറ്റി അതിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആംബിയന്റ് കണ്ടീഷനിൽ ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും സോഴ്സിൽ നിന്ന് ഹീറ്റ് ഒപ്റ്റെയിൻ ചെയ്ത് ഈ തെർമിസ്റ്ററിന്റെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? There will be a reduction in the resistivity of the thermistor. So thermistor conduct electricity. Okay, conduct electricity. Okay. So അവയുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കൂടുതലായിരിക്കണം. ഓക്കെ, അതേ സെയിം ടൈം അവയുടെ റെസിസ്റ്റിവിറ്റിയും പ്യുവർ മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കണം. ഓക്കെ. So what are the use of thermostats? Thermostats നമ്മൾ കോമൺലി ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദേ പൊസസ് വെരി ഹൈ സെൻസിറ്റിവിറ്റി. നമുക്കറിയാം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? മൈന്യൂട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ പോലും ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിക്കാണ് സെൻസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലാർജർ ദാൻ ആർ ടി ഡിസ് ആൻഡ് തെർമോകപ്പിൾ. ആർ ടി ഡി റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്, നമ്മളത് പഠിച്ചില്ല. ആർ ടി ഡി എന്താണെന്ന് ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ആർ ടി ഡിയേക്കാൾ അതുപോലെ തന്നെ തെർമോകപ്പിൾ മെഷർമെന്റിനേക്കാൾ ബെറ്റർ ആയിട്ട് തെർമിസ്റ്റർ നമുക്ക് ഉപയോഗിക്കാൻ. കാരണം ഇതൊരു ഹൈ സെൻസിറ്റീവ് ഡിവൈസ് ആണ്. ബിക്കോസ് ദേ ഹാവ് ദ കേപ്പബിലിറ്റി ടു ഡിറ്റക്ട് വെരി സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി ഇവിടെ റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആണ്. എന്താണ് റെസ്പോൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടെമ്പറേച്ചറിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി, പിന്നെ അത് ടെമ്പറേച്ചർ തിരിച്ചു വന്നു. അപ്പോൾ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ തെർമിസ്റ്റർ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കാണിക്കും. ഓക്കെ, സോ വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. അപ്പം മൈന്യൂട്ട് ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ അതുവരെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രിസൈസ് ടെമ്പറേച്ചർ കൺട്രോൾ പോസിബിൾ ആണ്. ഈ തെർമിസ്റ്റർ ഉപയോഗിക്കുന്ന സെറ്റപ്പിൽ പ്രിസൈസ് ടെമ്പറേച്ചർ കൺട്രോൾ പോസിബിൾ ആണ്. പിന്നെ വളരെ ഇൻഎക്സ്പെൻസീവ് ഡിവൈസസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ദേ ആർ വെരി ഇൻഎക്സ്പെൻസീവ്. നമ്മുടെ ഇലക്ട്രോണിക് ബോർഡ്സിലൊക്കെ നമ്മൾ കോമൺലി കാണുന്നതാണ് ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഇൻഎക്സ്പെൻസീവ്. ഓക്കെ, ഇനി തെർമിസ്റ്ററിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ദേ ഹാവ് ഹൈലി നോൺ ലീനിയർ ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. അതെന്താണെന്ന് നമുക്ക് ഒരു സ്ലൈഡിലൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടെമ്പറേച്ചർ റേഞ്ച് കുറവാണ്. നാരോ ടെമ്പറേച്ചർ റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ -650 അല്ല, ഹൈ ടെമ്പറേച്ചർ 650 വരെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും കറസ്പോണ്ടിംഗ്ലി ആ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് കുറവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോ ഫ്രെജിലിറ്റി, ഫ്രജൈലാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇത് ഡാമേജ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നീട് എന്താ പറയുന്നത്? ഹൈ ടെമ്പറേച്ചർ പെർഫോമൻസ് ഓഫ് തെർമോസ്റ്റേറ്റ് ഇസ് നോട്ട് ഗുഡ് ആൻഡ് എക്സിബിറ്റ് ഇൻസ്റ്റെബിലിറ്റി വിത്ത് ടൈം. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ ഒരു തെർമിസ്റ്ററിന്റെ പെർഫോമൻസ്, ഹൈ ടെമ്പറേച്ചർ മേ ബി 650 അല്ലെ 700 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഒരു തെർമിസ്റ്റർ സൂട്ടബിൾ ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി, ടൈമിനനുസരിച്ച് ഇൻസ്റ്റെബിലിറ്റി കാണിക്കാനുള്ള സാധ്യത. ടൈമിനനുസരിച്ച് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, തെർമിസ്റ്റർ തന്നെ ഹീറ്റഡ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ അവയുടെ പെർഫോമൻസിൽ അൺസ്റ്റേബിൾ ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല ആ ടെമ്പറേച്ചർ ഡിറ്റക്ടറിൽ. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. പിന്നെ ദേ ആർ പ്രോൺ ടു സെൽഫ് ഹീറ്റിംഗ് എറർ. സോ ഞാനിപ്പോൾ പറഞ്ഞു, ഹൈ ടെമ്പറേച്ചറിൽ തെർമിസ്റ്റർ ഇറ്റ്സെൽഫ് വിൽ ഗെറ്റ് ഹീറ്റഡ്. സോ ഇറ്റ് വിൽ ബി പ്രോൺ ടു എറേഴ്സ്. ഓക്കെ, സോ സെൽഫ് ഹീറ്റിംഗ് ഓൾസോ ക്രിയേറ്റ്സ് പ്രോബ്ലംസ്. ഓക്കെ, ഇപ്പോൾ സെൽഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെമി കണ്ടക്ടറിൽ അതിന് ഇൻസൈഡിൽ ഉണ്ടാകുന്ന എന്താണ് ലാറ്റിസ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, എസ്പെഷ്യലി ബാലൻസ് ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇതിനെ സെൽഫ് ഹീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ സെൽഫ് ഹീറ്റിംഗ് ഉണ്ടാവാം. ഒരു സോഴ്സിൽ നിന്ന് ടെമ്പറേച്ചർ റിസീവ് ചെയ്ത് അങ്ങനെയും ഹീറ്റിംഗ് ഉണ്ടാവാം. ഇതെല്ലാം എറേഴ്സിന് കാരണമാകുന്നു. അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു പെർഫോമൻസ് അത്ര എന്താണ് റിലയബിൾ അല്ല. ഓക്കെ, റിലയബിൾ അല്ല.
അപ്പൊ നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കാം. ഒന്നാമത്തെ ചാർട്ട് നോക്കാം. ഈ ചാർട്ടിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ദ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ദ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ വിത്ത് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളുടെ സോഴ്സിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മളുടെ തെർമിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലെ അല്ലെങ്കിൽ അതിന്റെ തെർമിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ഓക്കെ എന്താണെന്നോ അല്ലെങ്കിൽ തെർമിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്റൻസ് എന്താണെന്നോ നോക്കിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ ഗ്രാഫ് ഓക്കെ കാണിച്ചിട്ടുണ്ട്. അതേ സെയിം ടൈം റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടറിന്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, തെർമോ കപ്പിളിന്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്, ടെമ്പറേച്ചർ മെഷർമെന്റിന് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആർ ടി ഡി ഉപയോഗിച്ചിട്ടുണ്ട്, തെർമോകപ്പിളും തെർമിസ്റ്ററും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, സോഴ്സിലെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിലുണ്ടാവുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, വളരെ തെർമിസ്റ്റർ നോക്കുക, വളരെ ലോ ടെമ്പറേച്ചറിൽ തെർമിസ്റ്ററിൽ ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ആയിരിക്കും തെർമിസ്റ്ററിൽ, അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസിന്റെ കേസ് എടുക്കാം. തെർമിസ്റ്റർ ആകുമ്പോൾ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലോ ടെമ്പറേച്ചർ, സപ്പോസ് ഒരു ലോ ടെമ്പറേച്ചർ എത്രയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ലോ ടെമ്പറേച്ചർ ടി ലോ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, എന്നാൽ ഈ ടെമ്പറേച്ചറിൽ ഹൈ ടെമ്പറേച്ചർ കൂടി 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 ഇവിടെ എത്തി, ഈ പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇപ്പൊ ടി മീഡിയം ആയതേ ഉള്ളൂ. മീഡിയം ആയപ്പോഴേക്കും എന്ത് ചെയ്തു, there is a drastic decrease in the പെർഫോമൻസ്, അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസിൽ ഒരു ഡ്രാസ്റ്റിക് ഡിക്രീസ് ഉണ്ടായി. കണ്ടില്ലേ? സോ ഇപ്പോഴത്തെ പുതിയ റെസിസ്റ്റൻസ് എന്താണ്? മീഡിയം ടെമ്പറേച്ചറിലുള്ള പുതിയ റെസിസ്റ്റൻസ് ആർ മീഡിയം എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഒരു തെർമിസ്റ്ററിന്റെ പെർഫോമൻസ് ഈ ടി മീഡിയം എന്ന് പറയുന്ന ഈ ഒരു ടെമ്പറേച്ചറിൽ അവസാനിക്കുക. ഇതിനേക്കാൾ ഹൈ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ തെർമിസ്റ്റർ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. മേ ബി ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 650 ആയിരിക്കാം, 650 ആയിരിക്കാം. എന്നാൽ ഇതിൽ കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ, ഇതിൽ കൂടിയ ഒരു ടെമ്പറേച്ചർ നമുക്ക് തെർമിസ്റ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എന്നാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ നോക്കുക, അതിന്റെ ഗ്രാഫ് നോക്കുക, ഒരു ലീനിയർ ബിഹേവിയർ ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഒരു 45 ഇൻക്ലിനേഷനിൽ പോകുന്ന ഒരു ലീനിയർ ബിഹേവിയർ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് അങ്ങനെയാണോ ചേഞ്ച് ചെയ്തത്? അപ്പോൾ ആർ ടി ഡി പറയുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് നോക്കണം. ഓക്കെ, തെർമോകപ്പിൾ പറയുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് ആണ് നോക്കുന്നത്. തെർമിസ്റ്റർ വരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് റെസിസ്റ്റൻസ് നോക്കുന്നത്. ഓക്കെ, തെർമിസ്റ്റർ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് നോക്കുന്നത്? റെസിസ്റ്റൻസ് നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ആർ ടി ഡിയുടെ പെർഫോമൻസ് പറഞ്ഞാൽ വളരെ ലീനിയർ ആണ് അല്ലെ? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അതിന്റെ പെർഫോമൻസ് നല്ല ലീനിയർ ആണ്. അതായത് 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി അതിലെ വോൾട്ടേജ് ചേഞ്ചും 1 യൂണിറ്റ് ആയിരിക്കാം. ഓക്കെ, അതിനെയാണ് ലീനിയർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ റെസ്പോൺസ് ഇങ്ങനെ ഒരു ബിഹേവിയർ ആണ്. അപ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ തരുന്നത് ആർ ടി ഡി ആണ്. എന്നാൽ തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസിൽ ഒരു ഡ്രാസ്റ്റിക് ഡിക്രീസ് ആണ് കാണുന്നത്. ഓക്കെ, എന്നാൽ ഇനി തെർമോകപ്പിൾ നോക്കുക. തെർമോകപ്പിൾ ഒരു ഹൈ ടെമ്പറേച്ചർ റേഞ്ചിലേക്ക്, മേ ബി ഒരു 3000 അല്ലെങ്കിൽ ഒരു 2000 ഒക്കെ വരെ വേണമെങ്കിൽ നമുക്ക് തെർമോകപ്പിൾ ഉപയോഗിക്കാം. പക്ഷേ അത്രയും ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മെഷർമെന്റ് എന്തിനില്ല? തെർമിസ്റ്ററിനില്ല. എന്നാൽ തെർമിസ്റ്ററിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് നമുക്ക് ആർ ടി ഡിയിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ ഏറ്റവും റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ റിലയബിൾ ആയിട്ടൊരു പെർഫോമൻസ് തരുന്നത് തെർമോകപ്പിൾ മാത്രമാണ്. ഓക്കെ, സോ യൂഷ്വലി ലാബ് എക്സ്പെരിമെന്റ്സിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്? തെർമോകപ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഒരു ചെറിയ റേഞ്ചിലുള്ള ടെമ്പറേച്ചർ മെഷർമെന്റ് മാത്രമേ തെർമിസ്റ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? തെർമിസ്റ്ററിന്റെ റേഞ്ച് ഇവിടെ കൂടുക, പിന്നെയും ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആർ ടി ഡിയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആർ ടി ഡിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് തെർമോകപ്പിൾ ആണ് ലാർജസ്റ്റ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കണ്ടില്ലേ? ഇവിടുത്തെ ഇത്രമാത്രം റേഞ്ചിലുള്ള ടെമ്പറേച്ചർ മെഷർമെന്റിനും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ടെമ്പറേച്ചർ മെഷർമെന്റിനും നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? തെർമോകപ്പിൾസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി
തെർമിസ്റ്റർ പല ഷേപ്പിൽ അവൈലബിൾ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് വേഫർ ഷേപ്പിൽ അവൈലബിൾ ആണ്, ഉണ്ടല്ലേ, വേഫേഴ്സ്. ഓക്കെ. ഇനി റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിലിണ്ടറിക്കൽ റോഡ്സ്. ഓക്കെ, റോഡ് ഷേപ്പിൽ അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ബീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എലിപ്റ്റിക്കൽ ബീഡ്സ്. ഓക്കെ, ബീഡ് ഷേപ്പുകളിൽ ഇത് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഡിസ്ക് ഷേപ്പിലും ഇത് അവൈലബിൾ ആയിട്ട്, ഓക്കെ, ഡിസ്ക് ഷേപ്പിലും ഇത് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് thermistors which are available. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഡിവൈസ് ആണ് പൈറോമീറ്റേഴ്സ്. ഓക്കെ, പൈറോമീറ്റേഴ്സ്. ഓക്കെ, സോ എന്താണ് പൈറോമീറ്റർ? എന്താണ് പൈറോമീറ്റർ എന്ന് നോക്കാം. സോ റേഡിയേഷൻ പൈറോമീറ്റർ എന്നാണ് കോമൺലി ഈ ഡിവൈസസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഹോട്ട് ബോഡി ഹാസ് ടു ബി മെഷേർഡ്, okay, contact type devices will not be suitable, okay, because they are liable to be damaged when come in contact with the hot body. Especially നമ്മൾ തെർമോകപ്പിൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏതാണോ ടെമ്പറേച്ചർ സോഴ്സ് അതിനടുത്ത് വരെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റും. നല്ലൊരു ഹൈ ടെമ്പറേച്ചറിൽ കൂടുതൽ നേരം പെർഫോം ചെയ്യുന്ന സമയത്ത് തെർമോകപ്പിളെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തെർമിസ്റ്ററിന്റെ കേസ് നമുക്ക് പറഞ്ഞു, തെർമിസ്റ്റർ സെൽഫ് ഹീറ്റിംഗ് ഉണ്ട്, സെൽഫ് ഹീറ്റിംഗ് നടക്കുന്നു. അതുപോലെ തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, എന്നാൽ പൈറോമീറ്ററിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസ് ആണ്. പൈറോമീറ്റർ ഇസ് എ നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസ് ആണ്. ഓക്കെ, എസ്പെഷ്യലി ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറുള്ള ബോഡി നമുക്ക് ഹ്യൂമൻ ഒരിക്കലും അവിടേക്ക് പോയി ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് തെർമോകപ്പിളോ തെർമിസ്റ്ററോ ഒന്നുമല്ല, പകരം പൈറോമീറ്റർ ആണ്. കാരണം ദൂരെ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ ഒരു ഓബ്ജക്റ്റിന്റെ ഹീറ്റഡ് ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് പൈറോമീറ്റർ ആണ്. ഇത് കൂടുതലും ഇൻഡസ്ട്രിയലും മെറ്റലർജിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് പൈറോമീറ്റർ നമുക്ക് ഇപ്പോഴേ നിന്റെ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈറോമീറ്റേഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ദേ ആർ ആക്ച്വലി തെർമൽ ഇമേജിംഗ് ക്യാമറാസ്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് റേഡിയേഷൻസ്, തെർമൽ റേഡിയേഷൻസ് എമിറ്റഡ് ബൈ എ ഹോട്ട് ബോഡി. ഒരു ഹോട്ട് ബോഡി എമിറ്റ് ചെയ്യുന്ന തെർമൽ റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാനാണ് പൈറോമീറ്റർ എപ്പോഴും സഹായിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു ബോഡി റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്ത് അത് എന്താണ് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ എന്താണ് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സബ് 0 ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴാണ് അതിൽ ആറ്റോമിക് ആക്ടിവിറ്റി അല്ലെ വൈബ്രേഷൻസ് ഒക്കെ ഇല്ലാതാവുന്നത്. എന്നാൽ ടെമ്പറേച്ചർ കൂടുന്തോറും ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ബോഡിയിൽ നിന്ന് ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എല്ലാ ബോഡിയും എപ്പോഴും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ, മറ്റ് സറൗണ്ടിങ്സിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, അതുപോലെ തന്നെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇത് പൈറോമീറ്ററിന്റെ കേസ് നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് സോഴ്സ്, ഓബ്ജക്റ്റും അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്, നമ്മുടെ പൈറോമീറ്ററും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലേ, the distance between source of the temperature and the instrument has no effect on measurement. നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഒരു ഹൈലി ഹോട്ട് ബോഡിയുടെ അടുത്തേക്ക് പോകണമെന്നില്ല. ഒരു പരിധി ഒത്തിരി ദൂരത്തേക്ക് മാറി നിന്നാൽ പോലും നമുക്കൊരു പൈറോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് അതിനെ നമ്മൾ യൂഷ്വലി എന്താ പറയുന്നത്, ഹീറ്റ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഹീറ്റ് റേഡിയേഷൻസ് യൂഷ്വലി ഇൻഫ്രാറെഡ് വേവ് ലെങ്തിലായിരിക്കും അത് വരുന്നത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ വരുന്ന വേവ് ലെങ്തുകളാണ് ഹീറ്റ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ വരുന്ന റേഡിയേഷൻസ്, ഓക്കെ, ഈ റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി പൈറോമീറ്റേഴ്സിന് ഉണ്ട്. ഓക്കെ, സോ ദേ ആർ യൂസ്ഡ് ടു temperature, measurement of temperature is carried out by measuring energy radiated by a hot body or by the color comparison. ഓക്കെ, രണ്ട് രീതിയിലൊക്കും ഒരു ബോഡി, നമുക്കറിയാം ഒരു ബോഡി ഹീറ്റഡ് ആവുന്ന സമയത്ത് അതിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ഉള്ള ബൾബുകൾ കണ്ടിട്ടുണ്ട്.
കുറഞ്ഞ വോൾട്ടേജ് ഉള്ളെങ്കിൽ ആ ബൾബിന്റെ ഫിലമെന്റിന്റെ ഗ്ലോ വളരെ കുറവായിരിക്കും. വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഗ്ലോ കൂടി കൂടി വരുന്നതായിട്ട് കാണാം. അതൊരു റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് എത്തും. അതിനുശേഷം അതൊരു ബ്രൈറ്റ് വൈറ്റ് കളറിലേക്ക് അതെത്തുന്നു. അന്നേരമാണ് നമുക്ക് റൂമിലെല്ലാം പ്രകാശം കിട്ടുന്നത്, അല്ലെ? അതാണ് ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബ്സ് എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്, അല്ലെ? ദേ ആർ കോൾഡ് ഫിലമെന്റ് ബൾബ്സ്. അതിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റണിലുള്ള വോൾട്ടേജ് അനുസരിച്ചുള്ള ലൈറ്റിന്റെ വേരിയേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ട് ഉള്ളതായിരിക്കും. ഓക്കെ, സോ ഒരു ഹോട്ട് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ അബ്സോർവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി പൈറോമീറ്ററിനുണ്ട്. അല്ലെങ്കിൽ ആ ഹോട്ട് ബോഡിയുടെ കളറിനെ അനലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി പൈറോമീറ്ററിനുണ്ട്. ഈ രണ്ട് മെക്കാനിസം ഉപയോഗിച്ചാണ് ഒരു പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ തെർമൽ റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരു ഹൈലി ഹോട്ട് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ദൂരെ മാറി നിന്ന് ഈ പൈറോമീറ്റർ അല്ലെങ്കിൽ അതുപോലുള്ള സിമിലർ ഡിവൈസ് ഉപയോഗിച്ച് നോൺ കോണ്ടാക്ട് കണ്ടീഷനിൽ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബേസിക്കലി ദർ ആർ ടു ടൈപ്സ് ഓഫ് പൈറോമീറ്റേഴ്സ്. ദേ ആർ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ആൻഡ് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ആൻഡ് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. ഓക്കെ, സോ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? The temperature measurement is based on color of the visible radiation emitted by a hot object. ഒരു ഹോട്ട് ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്ന വിസിബിൾ റേഡിയേഷൻ കളർ നോക്കുക. ഓക്കെ, കളർ ഓഫ് ദ റേഡിയേഷൻ ദാറ്റ് വിൽ ബി ഡിറ്റക്റ്റഡ് ഫോർ ടെമ്പറേച്ചർ മെഷർമെന്റ്. എക്സാമ്പിൾ ഫർണസ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഫർണസിനുള്ളിലെ മോൾട്ടൺ മെറ്റൽ, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാന്റ്സിൽ മറ്റും ഉപയോഗിക്കുന്ന ക്രീറ്റ്സ്. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടി ഒപ്റ്റിക്കൽ പൈറോമീറ്റേഴ്സ് ഉപയോഗിക്കാം. ദേ വർക്ക് ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദ വിസിബിൾ റേഡിയേഷൻ. ഈ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ദേ മെഷേഴ്സ് ടോട്ടൽ എമിറ്റഡ് റേഡിയേഷൻ അക്രോസ് എ ബ്രോഡ് സ്പെക്ട്രം ടു ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ. അതായത് ഒരു ലാർജ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്, അതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്തിലെ റേഡിയേഷൻസ്, എല്ലാ റേഡിയേഷൻസിനെയും ഓക്കെ അനലൈസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഡിവൈസിനെ നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ. സോ there are two types of pyrometers, optical pyrometer and total radiation pyrometer. ഇത് രണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾ ബോഡീസ് above absolute zero radiate energy. Okay, radiates energy and that radiation does not require any medium. Okay, medium ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സണ്ണിന്റെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് എത്തുന്നത്, അല്ലേ? അതുപോലെ തന്നെ ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന്റെ ഹീറ്റ് നമ്മളുടെ സ്കിന്നിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ട്? അവിടെ എന്തെങ്കിലും മീഡിയത്തിലൂടെയാണോ കടന്നു വരുന്നത്? കംപ്ലീറ്റ്ലി വാട്ടത്തിലൂടെയാണ് സണ്ണിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതൊരു ബോഡി അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് മുകളിലുള്ള എല്ലാ ബോഡിയും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ റേഡിയേഷൻസ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. ഓക്കെ, സോ അങ്ങനെ ഒരു ബോഡി ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് അവ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് വേവ് ലെങ്ത് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് അല്ല എമിറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്പെക്ട്രം അല്ലെ അതിന്റെ റേഞ്ച് വളരെ കൂടുതലായിരിക്കും. ഒരു ബ്രോഡ് സ്പെക്ട്രം വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസിനെ ആയിരിക്കാം ഒരു ഹോട്ട് ബോഡി എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ റേഡിയേഷന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷൻ ആയിരിക്കാം. ഓക്കെ, ഇന്റൻസിറ്റി, റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ യൂണിറ്റ് ഏരിയയിലേക്ക് ഫോൾ ചെയ്യുന്ന നമ്പർ ഓഫ് റേഡിയേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ്. ഓക്കെ, നമ്പർ ഓഫ് വേവ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് ഏരിയയിൽ എത്ര വേവ്സ് ഇമ്പാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് സറൗണ്ടിങ്ങിൽ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റിലേക്ക് എത്ര വേവ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ഏരിയയിലും യൂണിറ്റ് ടൈമിൽ ഇമ്പാക്ട് ചെയ്യുന്നു എന്നതിനെയാണ് ഇന്റൻസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ റേഡിയേഷൻ ഇന്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ യൂണിറ്റ് ഏരിയയിൽ ഇൻസിഡന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് വേവ്സ് കൂടുന്നു, ഇൻഫ്രാറെഡ് വേവ്സ് കൂടുന്നു, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് കൂടുന്നു. അറ്റ് ദ സെയിം ടൈം പെർ യൂണിറ്റ് ടൈമിൽ എത്തുന്ന നമ്പർ ഓഫ് റേസും കൂടുന്നു. ഓക്കെ, സോ റേഡിയേഷൻ ഇന്റൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓബ്ജക്റ്റിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴും. അപ്പോൾ റേഡിയേഷൻ എമിറ്റഡ്, ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. ഓക്കെ,
ഇനി ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? റേഡിയേഷൻ ഇന്റൻസിറ്റി കുറയുന്നു. റേഡിയേഷൻ ഇന്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത് കൂടുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ അതിന്റെ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ കൂടുമെന്നാ പറയുന്നത്? വേവ് ലെങ്ത് കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇന്റൻസിറ്റി കുറയും, പക്ഷേ വരുന്ന റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത് കൂടും. ഓക്കെ, ഇനി വേവ് ലെങ്ത് കുറയുന്നെന്ന് വെച്ചോളൂ. വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആസ് വെൽ ആസ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ. ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി കൂടുന്നു. അറ്റ് ദ സെയിം ടൈം ആ സ്പെക്ട്രം എവിടേക്ക് മാറുന്നു? ലോ വേവ് ലെങ്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറയുന്നു. ആ സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത് കുറയുന്നു. അപ്പൊ ഇതാണ് പൈറോമീറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബോഡി ഹീറ്റ് എമിറ്റ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള തിയറി അല്ലെങ്കിൽ സയൻസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കൊരു ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്താണ് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് എ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ. അതിന്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു ഐ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ് ചെയ്യുന്ന പേഴ്സൺ ഇതിലേക്കൂടെയാണ് നോക്കുന്നത്, അല്ലെ? ഒബ്സർവ് ചെയ്യുന്ന പേഴ്സൺ ഇതിലേക്കൂടെയാണ് നോക്കുന്നത്. ഓക്കെ, സോ ഹി ഹാസ് ടു വ്യൂ ത്രൂ ദിസ് ഹോൾ. ഓക്കെ, ഈ ഹോളിലൂടെയാണ് വ്യൂ ചെയ്യേണ്ടത്, അല്ലേ? ഓക്കെ, അവിടെ ഐ പീസ്. സോ നമ്മളുടെ ഫർണസ് അല്ലെങ്കിൽ ആ ഒരു ഹോട്ട് ഓബ്ജക്റ്റ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? ഈ ഒരു ലൊക്കേഷനിലായിരിക്കാം ആ ഹോട്ട് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്, ഫർണസ് അല്ലെങ്കിൽ ഹോട്ട് ബോഡി. അവിടുന്ന് വരുന്ന ഹീറ്റ് റേസ് ഈ ലെൻസിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ലെൻസിലൂടെ പാസ് ചെയ്ത് ഒരു മിററിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഈ മിററിന്റെ പ്രത്യേകത, ആ മിററിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഒരു പാർട്ടിനെ അത് റിഫ്ലക്ട് ചെയ്ത് താഴെ എവിടെ കൊടുക്കുന്നു? ഒരു തെർമോപൈല് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ മെഷർമെന്റ് സെൻസറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടുന്ന് വരുന്ന റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ലൈറ്റിന്റെ പാർഷ്യലി റിഫ്ലക്ട് ചെയ്ത് താഴേക്ക് പോകുന്നു, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് നേരെ സഞ്ചരിക്കുന്നു. അതാണ് ഐ പീസിലൂടെ ഒബ്സർവർ കാണുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റർ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ടെമ്പറേച്ചർ മെഷർമെന്റ് എവിടെയാണ് നടക്കുന്നത്? ഈ 90 ഡിഗ്രിയിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോയ റേഡിയേഷൻസ് തെർമോപൈൽ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ മെഷർമെന്റ് സെൻസർ ആണ്. ഈ തെർമോപൈലിലേക്ക് എത്തുന്നു. പൈലിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ടെമ്പറേച്ചർ എത്ര ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഐ പീസ് എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഐ പീസ് കൊടുത്തിരിക്കുന്നത്? ഐ പീസ് കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റിലേക്ക് ലെൻസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഐ പീസ് കൊടുത്തിരിക്കുന്നത്, ഒബ്സർവറിന് വ്യൂ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒബ്സർവർ വ്യൂ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ്, എന്നാൽ റിഫ്ലക്ഷനിലൂടെയാണ് ടെമ്പറേച്ചർ മെഷർമെന്റ് നടക്കുന്നത്. ഓക്കെ, സോ ദേ മെഷേഴ്സ് ടെമ്പറേച്ചർ ബൈ ഇവാലുവേറ്റിംഗ് ഹീറ്റ് റേഡിയേഷൻസ് emitted by a body. Okay, they are calibrated for black body conditions to ensure accurate readings. Okay, അപ്പോൾ ബ്ലാക്ക് ബോഡി എന്താണെന്ന് അറിയാം. എന്താ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഡിയേഷൻസും എമിറ്റ് ചെയ്യാത്ത ഒരു ബോഡിയെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബ്ലാക്ക് ബോഡി യൂണിവേഴ്സിലൊക്കെ പല സ്ഥലങ്ങളിൽ സ്റ്റാർസ് അതിന്റെ ഡിസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതൊരു ബ്ലാക്ക് ബോഡി ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി മറ്റ് ബോഡീസിനെ അതിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, എനർജി റേഡിയേഷൻസിനെ എല്ലാം അതിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, പക്ഷെ ഒന്നും തന്നെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ബോഡീസിനെ പറയുന്ന പേരാണ് കോമൺലി ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോഡി കണ്ടീഷൻ എന്താണോ അതുമായിട്ടാണ് ഈ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബ്ലാക്ക് ബോഡീസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ 0 ടെമ്പറേച്ചർ കാണിക്കണം. ഓക്കെ, ബ്ലാക്ക് ബോഡി വെച്ച് കഴിഞ്ഞാൽ 0 ടെമ്പറേച്ചർ കാണിക്കണം. അങ്ങനെയാണ് അതിനെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്. ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അതിന്റെ ഒപ്റ്റിക്കൽ സിസ്റ്റം. ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു ലെൻസ് വരുന്നുണ്ട്, പിന്നെ ഒരു പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ വരുന്നുണ്ട്, ഒരു ഐ പീസ് വരുന്നുണ്ട്. ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ മെഷർമെന്റ് സെൻസർ എന്ന് പറഞ്ഞാൽ തെർമോകപ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു തെർമോപൈൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ഹീറ്റ് എനർജി എമിറ്റഡ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഫോക്കസ്ഡ് ഓൺ ടു ദ ഒപ്റ്റിക്കൽ സിസ്റ്റം. ഓക്കെ, the detector, which may be a thermocouple or thermopile, converts it into analogous electrical signals. Okay, so ഈ thermocouple പ്രത്യേകത എന്താണ്? It will generate analogous electrical signal. The signals can be used for working of the
ഡിസ്പ്ലേ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ യു ക്യാൻ ഡിസ്പ്ലേ ദ ടെമ്പറേച്ചർ ഓൺ ദ ഡിസ്പ്ലേ ഡിവൈസ്. ഓക്കെ, അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ച് ഒരു ടെമ്പറേച്ചർ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിന്റെ പ്രോപ്പർ അലൈൻമെന്റ്. ഓക്കെ, സോ ഈ ഹോട്ട് ബോഡിയുമായിട്ട് ഇൻസ്ട്രുമെന്റിനെ പ്രോപ്പർലി അലൈൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഐ പീസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പ്രോപ്പർ അലൈൻമെന്റ് വിത്ത് ഹോട്ട് ബോഡി ഈസ് ക്രൂഷ്യൽ ടു മിനിമൈസ് അറ്റ്മോസ്ഫിയറിക് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻസ്. ഓക്കെ, സോ ഈ ബോഡി ഫർണസിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസിൽ ഒരു പാർട്ട് അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മാത്രമേ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്ററിന് ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഗ്യാപ്പ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ മെഷർമെന്റിൽ എറർ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം സറൗണ്ടിങ്ങിലുള്ള അറ്റ്മോസ്ഫിയർ കുറച്ച് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് ഓബ്ജക്റ്റുമായിട്ട് പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കണം പൈറോമീറ്ററിന്റെ ഫ്രണ്ട്. ഓക്കെ, പൈറോമീറ്ററിന്റെ ഫ്രണ്ട്. ഓക്കെ, സോ യൂഷ്വലി കൊറോസീവ് എൻവയോൺമെന്റിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഫിസിക്കൽ കോണ്ടാക്ട് ആവശ്യമില്ല, ഒരു ചെറിയ ഡിസ്റ്റൻസ് അകലെയാണ് നമ്മളിത്. സോ ദേ ആർ ഓൾസോ സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ ഓഫ് മൂവിങ് ടാർഗറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബോഡിയിൽ നിന്ന് ഇൻവിസിബിൾ റേസ്, ഇപ്പം വിസിബിൾ റേസ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് അത് റെഡ് ഹോട്ട് കണ്ടീഷനിലോ അല്ലെങ്കിൽ ബ്രൈറ്റ് വൈറ്റ് കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ, ഹീറ്റഡ് ആയിട്ട് റെഡ് ഹോട്ട് കണ്ടീഷൻ ആവുന്ന ബ്രൈറ്റ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഹീറ്റഡ് ആണ്, പക്ഷെ അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് പ്രത്യേകിച്ച് ഗ്ലോ ഒന്നും ഉണ്ടാവുന്നില്ല. എങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ദർ ആർ ഇൻവിസിബിൾ റേസ് കോൾഡ് ഇൻഫ്രാറെഡ് റേസ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇൻവിസിബിൾ റേസ് കോൾഡ് ഇൻഫ്രാറെഡ് റേസ് എമിറ്റിംഗ് ഫ്രം ദ ബോഡി, അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് റേഡിയേഷൻ പൈറോമീറ്റർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടാക്ട് ടൈപ്പ് ഡിവൈസ് ആണ്, ക്വിക്ക് റെസ്പോൺസ് ഡിവൈസ് ആണ്, ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റ് പോസിബിൾ ആണ്. ഇനി പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ മെഷർമെന്റിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? സം ഓഫ് ദ റേഡിയേഷൻസ് വിൽ ബി എമിറ്റഡ് ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് അബ്സോർപ്ഷൻ, അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? പാർട്ട് ഓഫ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു ഹോട്ട് ബോഡിയുടെ ചുറ്റും ഉള്ള എയർ എപ്പോഴും ഹീറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഹോട്ട് കണ്ടീഷൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഹീറ്റ് ഈസ് റേഡിയേറ്റഡ് ഫ്രം ദ ബോഡി ആൻഡ് എയർ പാർട്ടിക്കിൾസ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ അബ്സോർബ് സം എമൗണ്ട് ഓഫ് റേഡിയേഷൻ. പിന്നെ എമിസിവിറ്റി എറർ. എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റേഷ്യോ ആണ്, അല്ലെ? എനർജി എമിറ്റഡ് ബൈ ഹീറ്റ് എമിറ്റഡ് ബൈ എ ബോഡി ടു ഹീറ്റ് എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി. എമിസിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ പഠിക്കുമ്പോൾ ഇത് ക്ലിയർ ആവും എക്സാക്ട്ലി എമിസിവിറ്റി എന്താണ്. അപ്പൊ എമിസിവിറ്റി റിലേറ്റഡ് എറർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എമിസിവിറ്റി റിലേറ്റഡ് എറർ ഉണ്ടാവാനുള്ള സാധ്യത റേഡിയേഷൻ പൈറോമീറ്റർ. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ഞാൻ പറഞ്ഞു, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിലേറ്റഡ് എന്നാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് റിലേറ്റഡ് പൈറോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസപ്പിയറിംഗ് ഫിലമെന്റ് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഡിസപ്പിയറിംഗ് ഫിലമെന്റ്? ഒരു ഫിലമെന്റ് അല്ലെങ്കിൽ ഒരു ബൾബ് അത് കത്തി നിൽക്കുന്ന കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ ആ കത്തി നിൽക്കുന്ന ലൈറ്റിന് പിന്നില് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആ ചെറിയ ബൾബിന്റെ പ്രകാശം ഒന്നുമല്ലാതായി തീരും. പറ്റുമല്ലേ? നമ്മൾ രണ്ട് ലൈറ്റ് വെക്കുന്ന ഒരു ചെറിയ ബൾബും ഒരു വലിയ ബൾബും കൂടെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് നോക്കുക. ചെറിയ ബൾബ് കത്തിക്കുന്നു, അപ്പൊ നമുക്കത് കാണാൻ പറ്റും. എന്നാൽ അതിന്റെ പിന്നിലായിട്ട് ഒരു വലിയ ബൾബ് വലിയ പ്രകാശത്തിൽ കത്തുന്നെങ്കിൽ ചെറിയ ബൾബിന്റെ പ്രകാശം ഒന്നും അല്ലാതായി മാറും. അത് നമുക്ക് കാണാനേ പറ്റാത്ത രീതിയിലായി പോകും. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് വർക്ക്സ് ഓൺ ഡിസപ്പിയറിംഗ് ഫിലമെന്റ് പ്രിൻസിപ്പിൾ. ഫിലമെന്റ് ഇല്ലാതായി പോകുന്നു എന്നുള്ളതല്ല, എന്താണെന്ന് താഴോട്ട് നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഇറ്റ് കമ്പയർസ് ദി ബ്രൈറ്റ്നെസ് ഓഫ് ഹോട്ട് ബോഡി വിത്ത് ദ ബ്രൈറ്റ്നെസ് ഓഫ് എ റെഫറൻസ്. ആ ലൈറ്റിന് എത്രമാത്രം ബ്രൈറ്റ്നെസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിന് പിന്നിലായിട്ട് ഒരു ഹോട്ട് ബോഡി വെച്ചിട്ട് ഹോട്ട് ബോഡിയുടെ ബ്രൈറ്റ്നെസ്സുമായിട്ട് നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നെസ്സിനെ കമ്പയർ ചെയ്യുന്നു. സോ ദ ബ്രൈറ്റ്നെസ് ഓഫ് ഹോട്ട് ബോഡി ഇസ് കമ്പയർഡ് വിത്ത് ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ
റെഫറൻസ് ലാമ്പ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? സൂപ്പർ ഇമ്പോസിങ് എന്നാണ് പറയുന്നത്. സൂപ്പർ ഇമ്പോസിങ് ടെക്നിക്ക്, ഒന്നിന് പിന്നിലായിട്ട് മറ്റൊന്ന് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഹോട്ട് ബോഡിയെയും അതുപോലെ തന്നെ റെഫറൻസ് ലാമ്പിനെയും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ ഫിലമെന്റ് ബ്രൈറ്റ്നസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിയർ സ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ സെറ്റപ്പിലേക്ക് വരാം. ഒപ്റ്റിക്കൽ പൈറോമീറ്ററിന്റെ സെറ്റപ്പിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് ലൈറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റെഫറൻസ് ലൈറ്റ് വിത്ത് ഫിലമെന്റ് കാണാൻ പറ്റും. അതിലേക്ക് ഒരു പവർ സപ്ലൈ, ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മളൊരു റിയോ സ്റ്റാറ്റിലൂടെ എന്ത് കൊടുത്തിരിക്കുന്നു? പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരു അമ്മീറ്റർ, കറണ്ട് മെഷറിംഗ് ഡിവൈസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിലൂടെ നമ്മൾ പവർ സപ്ലൈ ഇതിലേക്ക് കൊടുക്കുന്നു, ലാമ്പിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്ത് എന്ത് ചെയ്യാം? ഈ ബൾബിന്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അതിന്റെ ഗ്ലോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഈ ലൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചേംബറിനുള്ളിലാണ്. ഓക്കെ, ദിസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് എ ചേംബർ ആൻഡ് ദർ ഇസ് എ ഹോട്ട് ബോഡി. സപ്പോസ് ഇതാണ് നമ്മുടെ ഹോട്ട് ബോഡി എന്ന് വിചാരിക്കുക. ഹോട്ട് ബോഡി വെച്ചിരിക്കുന്നു. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മളുടെ ചേംബറിനുള്ളിലായിട്ട് ഒരു ലെൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അബ്സോർപ്ഷൻ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളുടെ ലാമ്പ് അല്ലെങ്കിൽ ബൾബ് വരുന്നത്. അതിന് പിന്നിലായിട്ട് ഒബ്സർവറിനെ വ്യൂ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ഒരു ഐ പീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു റെഡ് ഫിൽറ്ററും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാർട്സ് എല്ലാം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹോട്ട് സോഴ്സ്, ഒരു ഒബ്ജക്റ്റീവ് ലെൻസ്, അബ്സോർപ്ഷൻ ഫിൽറ്റർ, ലാമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് വരുന്ന പവർ സോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക അറേഞ്ച്മെന്റ്. പിന്നീട് ഒരു റെഡ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. റെഡ് ഫിൽറ്റർ കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ഓഫ് 2 ലെൻസസ്, ഐ പീസസ് എന്ന് നമ്മൾ പറയുന്നു. സെറ്റ് ഓഫ് 2 ലെൻസസ്. അതിന്റെ പിന്നിലാണ് ഒബ്സർവർ ഈ പാർട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, സോ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. ഓക്കെ, സോ ഹോട്ട് സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ഈ ലെൻസിലൂടെ പാസ് ചെയ്യുന്നു. പിന്നീട് അത് അബ്സോർപ്ഷൻ ഫിൽറ്ററിലേക്ക് എത്തുന്നു. സോ അബ്സോർപ്ഷൻ ഫിൽറ്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് അബ്സോർബ്സ് എ പാർട്ട് ഓഫ് ദ എനർജി ഫ്രം ദ ഹോട്ട് ബോഡി. ഹോട്ട് ബോഡിയിൽ നിന്നുള്ള ടോട്ടൽ എനർജിയുടെ ഒരു പാർട്ടിനെ ഈ ഫിൽറ്റർ അബ്സോർബ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈറ്റിന്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യരുത്. അതായത് ഹൈ ടെമ്പറേച്ചർ ഈ ലൈറ്റ് അല്ലെങ്കിൽ ഈ ബൾബ് അല്ലെങ്കിൽ ലാമ്പിന്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യരുത്. അതിന് മുമ്പിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫിൽറ്റർ ആയിട്ടാണ് ഈ അബ്സോർപ്ഷൻ ലെയർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ബൾബിന്റെ ഗ്ലോ നമ്മൾ കൂട്ടാൻ കുറയ്ക്കുക. അപ്പോൾ ഹോട്ട് ബോഡിയിൽ ഒരു ഗ്ലോ ഉണ്ടെന്ന് വിചാരിക്കുക. ഗ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊരു പ്രകാശം, ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടെന്ന് വിചാരിക്കുക. അന്നേരം നമുക്ക് ഈ ലാമ്പും നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാമ്പിനെയും കൂടി നമുക്ക് അതിന്റെ ലൈറ്റിനെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ എപ്പോഴാണോ ഹോട്ട് ബോഡിയുടെ ഗ്ലോയ്ക്ക് തുല്യമായിട്ട് ലാമ്പിന്റെ ലൈറ്റ് വരുന്നത്, ഓക്കെ, അന്നേരം ലാമ്പിലെ അമ്മീറ്ററിലും കറണ്ട് മെഷർമെന്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അമ്മീറ്റർ ഉപയോഗിച്ചിട്ടുള്ള കറണ്ട് മെഷർമെന്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എത്ര കറണ്ട് ബാറ്ററിയിൽ നിന്ന് ഈ ലാമ്പ് ഡ്രോ ചെയ്യുന്നു നോക്കാം. അപ്പോൾ എത്രയാണോ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ, അതിന് തുല്യമായിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കാം ഈ ലാമ്പ് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹോട്ട് ബോഡിയുടെ ബ്രൈറ്റ്നസ്സിനനുസരിച്ച് നമ്മൾ ലാമ്പിന്റെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ നമുക്ക് അമ്മീറ്ററിൽ കറണ്ട്, ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഡ്രോ ചെയ്താലേ പറ്റൂ. ആ കറണ്ടിനെ എത്രമാത്രം കറണ്ട് ഡ്രോ ചെയ്യുന്നു എന്നുള്ളത് അമ്മീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. ഇനി ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കുറവാണെന്ന് വിചാരിക്കുക, അതിനൊരു ഗ്ലോ ഉണ്ടായിരിക്കും. ആ ഗ്ലോയ്ക്ക് തുല്യമായിട്ട് നമ്മളുടെ ലാമ്പിന്റെ ഗ്ലോയെ കുറയ്ക്കുക. കറസ്പോണ്ടിങ്ങിലി അമ്മീറ്ററിൽ നിന്നുള്ള റീഡിങ്സ് കുറയുന്നതായിട്ട് കാണാം. സോ ദ കറണ്ട് or the power which is drawn from the battery is equal to എന്തായിരിക്കും? Is equal to the temperature or the heat energy of the hot bodyയുടെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈക്വൽ ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ ദ കറണ്ട് ത്രൂ ദ ഫിലമെന്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ അൺനോൺ സോഴ്സ്. ഇവിടെയുള്ള പാർട്സ് നോട്ടീസ് റെഡ് ഫിൽറ്റർ. എന്തിനാണ് റെഡ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്? റെഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചുവന്ന ഗ്ലാസിനെയാണ് റെഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചുവന്ന ഗ്ലാസ്. അപ്പൊ ഗ്രീൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ കളറിലുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ്. അതെന്താ ചെയ്യുന്നത്? വരുന്ന കംപ്ലീറ്റ് റേഡിയേഷൻസിൽ നിന്ന് റെഡ് ഫിൽറ്ററിന്റെ കേസ് എടുക്കാം.
റെഡ് ലൈറ്റിനെ മാത്രം കടത്തിവിടും, ബാക്കിയുള്ളതിനെ റിഫ്ലക്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഒരു റെഡ് ഫിൽറ്ററിന്റെ പ്രത്യേകത അത് റെഡ് ലൈറ്റിനെ മാത്രം കടത്തിവിടുന്നു, ബാക്കിയുള്ളതിനെ റിഫ്ലക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, സോ ഒരു റെഡ് ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ്? ഒബ്സർവർ കാണുമ്പോൾ ആ ലൈറ്റ് മോണോക്രോമാറ്റിക് ആയിരിക്കണം. ഒബ്സർവർ കാണുമ്പോൾ ആ ലൈറ്റ് മോണോക്രോമാറ്റിക് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് റെഡ് ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നീട് റെഫറൻസ് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്, അബ്സോർഷൻ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്, ലാമ്പിന്റെ ലൈഫിനെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലാമ്പിന്റെ ലൈഫ് കൂട്ടുവാൻ വേണ്ടി, ലാമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അബ്സോർഷൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്. റിയോസ്റ്റാറ്റ് ഫോർ റെസിസ്റ്റൻസ് വേരിയേഷൻ, അമ്മീറ്റർ ഫോർ കറണ്ട് മെഷർമെന്റ്. ഓക്കെ, സോ ആക്യുറേറ്റ് മെഷർമെന്റ് പോസിബിൾ ആവണമെങ്കിൽ റെഡ് ലൈറ്റ് ആവശ്യമായിട്ട് വരും. നമുക്ക് റെഡ് ലൈറ്റ് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ റെഡ് ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒബ്സർവർ റെഡ് കളറിലായിരിക്കും ഹോട്ട് ബോഡിയും ഫിലമെന്റും എല്ലാം കാണുന്നത്. ഓക്കെ, സോ റെഡ് ഫിൽറ്റർ ഉപയോഗിക്കും തോറും എന്താണ്, ഇവിടുന്ന് വരുന്ന റേഡിയേഷൻസിൽ എല്ലാം അതിൽ നിന്നുള്ള റെഡ് കളറിനെ മാത്രമേ എന്താണ് ഈ റെഡ് ഫിൽറ്റർ പാസ് ചെയ്യത്തുള്ളൂ. സോ ഒരു ആക്യുറേറ്റ് മെഷർമെന്റ് പോസിബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന റെഡ് കളറിലെ ലൈറ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ ആണ്, റിയോസ്റ്റാറ്റ്, ഓക്കെ, അതുപോലെ തന്നെ അമ്മീറ്റർ രണ്ടും ഉപയോഗിച്ച് നമുക്ക് കറണ്ട് റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ ബൾബിന്റെ ഗ്ലോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3 സിനാരിയോ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ കേസ് നോക്കുക. ഓക്കെ, നമ്മൾ ബൾബിലേക്ക് നോക്കുന്നു, ബൾബിന്റെ ബാക്കിൽ ഹോട്ട് ഓബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, ബൾബിന്റെ ബാക്കിൽ ഹോട്ട് ഓബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഓരോ കേസിലും ഹോട്ട് ഓബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ റിയോസ്റ്റാറ്റിൽ വേരിയേഷൻ നടത്തി, ഓക്കെ, അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ട് മെഷർമെന്റ് നടത്തുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ കേസിൽ ഹോട്ട് ബോഡി നമുക്ക് കാണാം, എന്നാൽ ഫിലമെന്റും കൂടി വ്യക്തമായിട്ട് കാണാം. രണ്ടാമത്തെ കേസിൽ ഹോട്ട് ബോഡി കാണാം, ഫിലമെന്റ് കാണുന്നില്ല. മൂന്നാമത്തെ കേസിൽ ഹോട്ട് ബോഡിയും കാണാം, ഫിലമെന്റും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ കേസിലേക്ക് വരാം. സോ ഡിസപ്പിയറിംഗ് ഫിലമെന്റ് പ്രിൻസിപ്പിൾ നോക്കുക. സോ ഫിഗർ എ നിങ്ങൾ നോക്കുക. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് പാസിംഗ് ത്രൂ ദ ഫിലമെന്റ് ഈസ് ലോ. ഫിലമെന്റിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വളരെ കുറവായിരിക്കുന്ന സമയത്ത് ഫിലമെന്റ് എങ്ങനെയായിരിക്കും കാണുന്നത്? ഒരു ബ്ലാക്ക് ബോഡി ആയിട്ട് തന്നെ കാണത്തുള്ളൂ. ഓക്കെ, ബ്ലാക്ക് ബോഡി ആയിട്ട് കാണത്തുള്ളൂ. അതിന്റെ ബാക്കിൽ ഇരിക്കുന്ന ഹോട്ട് ബോഡിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. ഫിലമെന്റ് നമുക്ക് കാണാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കറണ്ട് പാസിംഗ് ത്രൂ ദ ഫിലമെന്റ് ഈസ് എക്സാക്ട് വിത്ത് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ ഫിലമെന്റ് ഈസ് എക്സാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലമെന്റിലൂടെ ആവശ്യത്തിന് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം കറണ്ടാണ് പാസ് ചെയ്യുന്നത്? ഹോട്ട് ബോഡിയെ വെച്ച് നോക്കുമ്പോൾ, ഹോട്ട് ബോഡി ബാക്കിൽ ഇരിക്കുമ്പോൾ ഈ ഫിലമെന്റ് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അത്രമാത്രം കറണ്ട് ഈ ഫിലമെന്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഫിലമെന്റ് നമുക്കിവിടെ വിസിബിൾ ആവുന്നില്ല. ഹോട്ട് ബോഡി മാത്രമേ കാണൂ. കാരണം ഹോട്ട് ബോഡിയിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെട്ടു. ഫിലമെന്റിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ഗ്ലോ ഹോട്ട് ബോഡിയിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ കേസിൽ നോക്കുക. ഹോട്ട് ബോഡി പിന്നിലുണ്ടെന്ന് വിചാരിക്കുക. ഹോട്ട് ബോഡിയേക്കാൾ ബ്രൈറ്റ് ആയിട്ട് ഫിലമെന്റ് നിൽക്കുന്നു. അതെപ്പോഴാ? when the current passing through the filament is high. ഫിലമെന്റിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൂടുതലാണെങ്കിൽ ഫിലമെന്റിന്റെ ഗ്ലോ ഹോട്ട് ബോഡിയേക്കാൾ കൂടി നിൽക്കും. സോ അതാണ് മൂന്നാമത്തെ കേസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം ഫിലമെന്റിനെ നമ്മൾ ഹോട്ട് ബോഡിയിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, ഫിലമെന്റ് കാണാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് നമുക്ക് ആവശ്യം. ആ സമയത്തുള്ള അമ്മീറ്റർ റീഡിങ്ങും റിയോസ്റ്റാറ്റ് ലൊക്കേഷനും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം പവർ അത് ഡ്രോ ചെയ്യുന്നെന്ന് മനസ്സിലാക്കാം. ബൾബ് എത്രമാത്രം, ലാമ്പ് എത്രമാത്രം പവർ ഡ്രോ ചെയ്യുന്നെന്ന് മനസ്സിലാക്കാം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒപ്റ്റിക്കൽ പൈറോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ഉണ്ട്, ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിക്കൽ പൈറോമീറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വെരി സിമ്പിൾ കൺസ്ട്രക്ഷൻ, എ വെരി പോർട്ടബിൾ ഡിവൈസ്, ഹൈ ആക്യുറസി, ±5 ഡിഗ്രി സെൽഷ്യസിന്റെ ഒരു ചെറിയ വേരിയേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഒരു എറർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഫ്ലെക്സിബിൾ ഡിവൈസ്, വെരി ഈസി ടു ഓപ്പറേറ്റ്. ഓക്കെ, ആൻഡ് ദേ ആർ നോൺ കോണ്ടാക്ട് ടൈപ്പ് സെൻസേഴ്സ് ഫോർ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, they are non-contact type sensors. Okay, they are used for remote sensing application. Remote sensing application എന്ന് പറഞ്ഞാൽ അറിയാം, ദൂരത്ത് നിന്ന് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ, ഒരു റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് ഒരു ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനെയാണ് റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് അല്ല സെൻസിങ് ടെമ്പറേച്ചർ ഫ്രം റിമോട്ട് ലൊക്കേഷൻസ്. ഓക്കെ,
They are employed for both temperature measurement and for viewing and measuring wavelength. Okay, wavelength of light. ലൈറ്റിന്റെ വേവ് ലെങ്ത് വ്യൂ ചെയ്യാൻ വേവ് ലെങ്ത് മെഷർ ചെയ്യാനായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, 65 മൈക്രോൺസിന് താഴെയുള്ള വേവ് ലെങ്തുകളെ നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടൊന്ന് മാറ്റാം. പ്രീവിയസ് സ്ലൈഡിലൂടെ പ്രീവിയസ് സ്ലൈഡിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് എപ്പോഴാണോ ഓബ്ജക്റ്റിന്റെ ഈ ഒരു കണ്ടീഷൻ എടുക്കുക, ഓബ്ജക്റ്റിന്റെ ഹോട്ട് ബോഡിയുടെ കളർ എന്താണോ അതിലേക്ക് നമ്മളുടെ ഫിലമെന്റിന്റെ കളർ സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഫിലമെന്റ് ഹോട്ട് ബോഡിയും ഏകദേശം ഒരേ ലെവലിലാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫിലമെന്റിനെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റാത്തത്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും ഫിലമെന്റിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തും ഒന്നായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫിലമെന്റ് ഇപ്പോൾ എന്ത് വേവ് ലെങ്തിലുള്ള ലൈറ്റിലാണോ പ്രകാശിക്കുന്നത് അതേ വേവ് ലെങ്ത് തന്നെയായിരിക്കും ഹോട്ട് ബോഡിയുടേത്. സോ ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും എന്ന് മെഷർ ചെയ്യാൻ നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹോട്ട് ബോഡിയിൽ നിന്ന് റേഡിയേഷൻസിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ ഒപ്റ്റിക്കൽ പൈറോമീറ്ററിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദേ ആർ യൂസ്ഡ് ഫോർ measurement only if the temperature is 700 degrees Celsius. Okay, it is based on the intensity of light. ഒരു ഓബ്ജക്റ്റ് 100 ഡിഗ്രി സെൽഷ്യസിലോ 50 ഡിഗ്രി സെൽഷ്യസിലോ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഗ്ലോ, ആ ലൈറ്റ് എമിഷൻ നടക്കുന്നില്ല. എന്നാൽ അതിനെ ഹീറ്റ് ചെയ്ത് ഒരു 700 ഡിഗ്രി സെൽഷ്യസിലേക്ക് നിങ്ങൾ പോയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലൈറ്റ് എമിഷൻ കാണാം. ഇങ്ങനെ ലൈറ്റ് എമിഷൻ ഉള്ള ഒരു ബോഡിയിൽ മാത്രമേ നമുക്ക് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇനി ഒരു ഷോർട്ട് ഇന്റർവെല്ലിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ, പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ആ ലാമ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത്ര ഫാസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ മെഷർമെന്റ് ഫോർ അറ്റ് ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈം. ടൈമിലെ ഷോർട്ട് ഇന്റർവെൽസിലെ ടെമ്പറേച്ചർ മെഷർമെന്റ് പോസിബിൾ അല്ല. പിന്നെ എം സി ടി എറേഴ്സ് ഇതിന്റെ മെഷർമെന്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പറയുന്ന ഒപ്റ്റിക്കൽ പൈറോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ക്ലീൻ ഗ്യാസസ് ഉള്ളൂ. യൂഷ്വലി ഗ്യാസസിനെ 700 അല്ലെ 1000 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനൊക്കെ നമുക്കിത് കോമൺലി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. അല്ല സോളിഡ് ബോഡി അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഒക്കെ കേസ്, ലിക്വിഡ് മെറ്റൽസിന്റെ കേസിൽ ഇത് ഉപയോഗിക്കാം, എങ്കിലും കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഹോട്ട് ഗ്യാസസിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് കൂടുതലും ഒപ്റ്റിക്കൽ പൈറോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസ് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ